ജില്ലയിൽ CPM അനായാസ വിജയം പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ് കൊട്ടാരക്കര. 2006-ലെയും 2011-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഭൂരിപക്ഷം ഉയർത്തിയ ഐഷ പോറ്റി ഇത്തവണയും അത് ആവർത്തിക്കുമെന്നാണ് CPM-ന്റെ പ്രതീക്ഷ. അതേസമയം CPM-നുള്ളിലെ ഭിന്നതകൾ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് UDF. കൊട്ടാരക്കരയിൽ തുടർച്ചയായി ജയിച്ചുവന്ന R. ബാലകൃഷ്ണപിള്ളയെ 2006-ൽ തറപറ്റിച്ചാണ് P. ഐഷ പോറ്റി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നെത്തുന്നത്. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ബാലകൃഷ്ണപിള്ളയുടെ നോമിനിയായ ഡോക്ടർ NN മുരളിയെ 20,000-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി ഐഷ വീണ്ടും കരുത്തുകാട്ടി. മൂന്നാം അംഗത്തിന് ഐഷ പോറ്റിക്ക് അവസരം നൽകേണ്ടതില്ലെന്നായിരുന്നു ഇത്തവണ CPM ആദ്യം ആലോചിച്ചത്. ഇപ്പോൾ ഭൂരിപക്ഷത്തെക്കുറിച്ച് മാത്രമാണ് കൊട്ടാരക്കരയിൽ CPM ചർച്ച ചെയ്യുന്നത്. നിലവിലുള്ള സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് പരമാവധി കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ള പരിശ്രമം കൂട്ടായ ആലോചനയിലൂടെ എല്ലാവരുടെയും സഹായത്തോടെ ചെയ്തു തീർത്തിട്ടുണ്ട്. ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാനും കുറേയധികം തുടങ്ങി വെക്കാനും സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ജനങ്ങൾക്കറിയാം. നല്ല പ്രതികരണമാണ് എവിടെ ചെന്നാലും കിട്ടുന്നത്. കേരള കോൺഗ്രസ് ബി മുന്നണി വിട്ടതോടെ കോൺഗ്രസിന് ലഭിച്ച കൊട്ടാരക്കരയിൽ കന്യാംഗക്കാരനായ സവിൻ സത്യനാണ് UDF സ്ഥാനാർത്ഥി. യുവത്വത്തിനൊരു വോട്ടെന്ന മുദ്രാവാക്യത്തിൽ കൊട്ടാരക്കരയിൽ അട്ടിമറി പ്രതീക്ഷിക്കുന്നുണ്ട് UDF. കഴിഞ്ഞ 10 വർഷക്കാലവും ശരിക്കും വികസന മുരടിപ്പാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വികസന മുരടിപ്പ് തന്നെ 50 വർഷം കൊട്ടാരക്കരയെ പുറകോട്ടടിച്ചിരിക്കുന്നു. അതുകൊണ്ട് ശുഭപ്രതീക്ഷയുണ്ട്, ഈ നിയോജകമണ്ഡലത്തിൽ വിജയിക്കുമെന്ന് ഉറപ്പുണ്ട്. വോട്ട് ചോരുന്ന പതിവ് പോരായ്മയിൽ ഇത്തവണയെങ്കിലും മാറ്റമുണ്ടാകുമെന്ന് BJPയും പ്രതീക്ഷിക്കുന്നു. ക്യാമറ പേഴ്സൺ അരുൺ മോഹനൊപ്പം ശ്യാമാർ ബാബു, മീഡിയ 1, കൊല്ലം.